നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നമ്മൾ ചാനൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വൺപ്ലസിൻ്റെ ബുള്ളറ്റ് വയർലെസ് ഹെഡ്ഫോൺസ് ആണ്. ഇത് കുറേ അധികം നാളായി ആൾക്കാരെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ വാട്ട്സ് ഇൻ മൈ ടെക് ബാഗ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണ്. അന്ന് മുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ റിവ്യൂ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. എങ്കിലേ ഞാൻ ഭാവിയിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആക്ച്വലി ഞാൻ ട്രൂലി വയർലെസ് ഹെഡ്സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നെക്ക് ബാൻഡ് അല്ലെ നെക്ക് വയർലെസ് ഹെഡ്ഫോൺസ് എന്നുള്ളൊരു രീതിക്ക് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു, ഇത് ശരിയാവുമോ, മറ്റേതിൻ്റെ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും ഇത് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ ഇത്ര നാൾ ഉപയോഗിച്ചതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറയണം, ട്രൂലി വയർലെസ് ഹെഡ്സെറ്റിനെ കൊണ്ടും എന്തുകൊണ്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. കാരണം ട്രൂലി വയർലെസ് ഹെഡ്സെറ്റ് നമ്മൾ ഊരി കഴിഞ്ഞാൽ അത് അതിൻ്റെ ബോക്സിൽ കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, നമ്മളിത് ഇങ്ങനെ കഴുത്തലിട്ട് കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റിക് കൺട്രോളാണ്. ഈ സാധനം ഇങ്ങനെ ഒട്ടി ഇവിടെ കടന്നോളും. മോഡലിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. കേബിളിന് റെഡ് ആണ് വരുന്നത്. ഇത് കൂടാതെ ഒരു ബ്ലാക്ക് കളറുള്ള മോഡലും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ബാറ്ററി എല്ലാം ഉള്ളത് ഈ ഭാഗത്താണ്, ഈ നെക്ക് ബാൻഡിൻ്റെ ഈ രണ്ട് പാർട്ടിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ഇത് ഞെക്കിയാണ് നമ്മൾ ആദ്യമായിട്ട് ഡിവൈസ് പവർ ഓൺ ചെയ്യുന്നതും പെയർ ചെയ്യുന്നതും. ഇത് ലോങ് പ്രസ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ നോട്ടിഫൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു വെള്ള ചെറിയ LED കൂടി ഉണ്ട്, പെയറിംഗ് മോഡാണോ അല്ലയോ എന്നറിയാൻ. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നത്. ബാറ്ററി ലോ ആകുമ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് കാണും, ചാർജ് ചെയ്യുമ്പോഴും ഒരു റെഡ് ലൈറ്റ് കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ചെറിയ കൺട്രോൾ സെൻറ്റർ പോലെ നമുക്ക് വോളിയം അപ്പ് ഡൗൺ, പിന്നെ ഒരു ആക്ഷൻ കീ ഉണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ 3 ടൈപ്പ് ഓഫ് ഇയർ ടിപ്സ് ആൻഡ് ഫിൻസ് വരുന്നുണ്ട്. ഈ സാധനത്തിൻ്റെ ഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഊരിപ്പോകുന്നൊരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, ഇതിലെ സൗണ്ട് എന്ന് പറയുന്നത് വളരെ ക്രിസ്പാണ്. കറക്റ്റായിട്ടാണ് ഇതിൻ്റെ ഓഡിയോ ബാലൻസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഓവർ ദ ഹെഡ് ഇയർഫോൺസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബേസ് ഒരു അല്പം കുറവാണ്, എന്നാൽ പോലും ഡീസൻറ്റ് ബേസ് ഈ സാധനം തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഫീച്ചർ തന്നെയാണ്. കാരണം നമ്മളിത് ചെവിയിൽ നിന്ന് ഊരി ഈ മാഗ്നറ്റ് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം ഈ ഇയർബഡ്സ് ഓഫ് ആയി പോകും. ഇത് ഫോണിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകും. അപ്പോൾ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പോസ് ആകും. ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും പോസ് ആകുന്നുണ്ട്. എന്നാൽ OnePlus 6 പോലുള്ള ഡിവൈസിൽ ഈ സാധനം നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുന്ന വഴിക്ക് പാട്ട് റെസ്യൂം ആകുന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ OnePlus യൂസേഴ്സ് ആരെങ്കിലും വയർലെസ് ഹെഡ്ഫോൺസ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് അവർക്കുള്ള ബെസ്റ്റ് പിക്ക് തന്നെയായിരിക്കും. ഇൻസ്റ്റൻറ്റ് പ്രോസസ്സാണ്. നമ്മൾ ഈ സാധനം ഊരി ചെവി വെക്കുന്ന സമയം കൊണ്ട് അത് കണക്റ്റ് ആയിരിക്കും. സാധാരണ ഈ ഒരു പീസിലാണ് മൈക്രോഫോൺ വരാറ്, എന്നാൽ ഇതിൻ്റെ ഇവിടെയാണ് മൈക്രോഫോൺ. നമ്മൾ ഈ പവർ ചെയ്യുന്ന ബട്ടൻ്റെ നേരെ പുറകിലാണ് മൈക്രോഫോൺ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നിന്നും എല്ലാം നല്ല ക്രിസ്പായിട്ടുള്ള സൗണ്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാഷ് ചാർജിങ് ആണ്. OnePlusൻ്റെ ഡാഷ് ചാർജർ യൂസ് ചെയ്ത് ചാർജ് ചെയ്യുകയാണെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് 5 മണിക്കൂർ യൂസ് ചെയ്യാവുന്ന ഒരു ഉഗ്രൻ ഹെഡ്ഫോൺ തന്നെയാണ്. 30 മിനിറ്റ്സ് ആണ് ഇതിന് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടത്. അതിന് 8 hours ബാറ്ററി ബാക്കപ്പ് ആണ് കമ്പനി പറയുന്നത്. എന്നാൽ ഹെവി യൂസിന് ഒരു 6 hours 6.5 hour വരെ ഇതിൽ ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് IP റെസിസ്റ്റൻസ് ഒന്നുമില്ല, ഒരു സർട്ടിഫിക്കേഷനും ഇല്ല. പക്ഷേ ഡീസൻറ്റ് സ്പ്ലാഷസ് ഇപ്പോൾ മഴയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാഷ് ബേസിനിലെ ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ സാധനത്തിൽ വെള്ളം നല്ലപോലെ വീഴാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതെടുത്ത് മാറ്റാറൊന്നുമില്ല. വെള്ളം വീണിട്ട് ഒന്നും ഇതുവരെ ഇതിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം ചെറിയ വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ കമ്പനി അത് സർട്ടിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ വരുന്ന ഒരു ക്യാരി പൗച്ചാണിത്. നല്ല സൂപ്പർ പൗച്ച്. ഇതുണ്ട്, ഇതിനൊരു മാഗ്നറ്റിക് ലിഡുണ്ട്. ഇത് ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. എന്താ പറയുന്നത്, ഭയങ്കര സാറ്റിസ്ഫൈങ് ഫീൽ ചെയ്യുന്നൊരു സാധനമാണ് കണ്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ടൈപ്പ് സി കേബിളും തന്നിട്ടുണ്ട് OnePlusൻ്റെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കാം. അതായത് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3990 രൂപയാണ്. അപ്പോൾ ഇത്രയും രൂപയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ് ആണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം, ഈ രൂപയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഇതിലുണ്ട്. ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ OnePlus ഡിവൈസ് യൂസേഴ്സ് ആണെങ്കിൽ ഒരു സംശയവും കൂടാതെ മേടിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പം ഒരു മികച്ച വയർലെസ് ഹെഡ്സെറ്റ് തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നതാണ്. മലയാളം ടെക്കിൻ്റെ ഈ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കിടിലൻ വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.